സ്വാഗതം ശ്രീ ഹർഷകുമാർ. നമസ്കാരം. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്നാണിപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം, ഹൈക്കോടതിയുടെ തന്നെ. ഇതിൻ്റെ പേരിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ ഇപ്പോഴും രണ്ട് തട്ടിലാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിൻ്റെ ജന്മനാട് എന്നുള്ളത് ഒരു പ്രത്യേകതയും ആ കാര്യത്തിൽ അവിടെ ഉണ്ടായ ഒരു ജനവികാരത്തെ ഓൺ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തു. പക്ഷേ ഇപ്പോൾ ആ നിലപാട് പൂർണ്ണമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൽ വൈകാരികത വളരെ വലുതാണ് ആ വിഷയത്തിൽ. എന്നാൽ കോടതി ഇപ്പോൾ പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങൾ വൈകാരികതയ്ക്കപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ആ കുടുംബം കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല. അത് CBI അന്വേഷിക്കണം. കാരണം കേരള പോലീസ് അന്വേഷിച്ചാൽ കേരള പോലീസിൻ്റെ ഭരണനിയന്ത്രണമുള്ള ഗവൺമെൻറ്റിനെ നയിക്കുന്ന CPMൻ്റെ ഉന്നതയായ ഒരു നേതാവ്, കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ഇതിനകത്തിൽ പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ ആരോപണ വിധേയമായി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സഹായം ഉണ്ടാകുമോ എന്ന് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്നൊരാശങ്ക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കോടതിയിലൊരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തു. ഹൈക്കോടതി ആ കേസ് സമഗ്രമായി പരിശോധിച്ചിട്ട് സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ പറഞ്ഞു, ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഏതെങ്കിലും അസ്വാഭാവികത കാണുന്നില്ല. ഭരണത്തിലുള്ള പാർട്ടിയുടെ നേതാവ് ആരോപണ വിധേയമായി നിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പോലീസ് എന്തെങ്കിലും വെള്ളം ചേർക്കുന്നതായി ബോധ്യപ്പെട്ടില്ല. തന്നെയല്ല, ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ PP ദിവ്യയുടേത് അനവസരത്തിലുള്ള ഒരു കമൻ്റായിപ്പോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തന്നെ അന്ന് തന്നെ പരസ്യമായി പറഞ്ഞു. അവരെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തി, പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. അത്രയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണം പോരാ, അന്വേഷണത്തിൽ വേറെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകും എന്നവർ പറഞ്ഞപ്പോൾ സിംഗിൾ ബെഞ്ച് പറഞ്ഞു, കേരള പോലീസിൻ്റെ അന്വേഷണം എല്ലാ രേഖകളും പരിശോധിച്ചിട്ട് പറഞ്ഞു വളരെ തൃപ്തികരമായി നടക്കുന്നു, അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ല. കുടുംബാംഗങ്ങൾ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. എന്നാലും ഡിവിഷൻ ബെഞ്ചും കൃത്യമായി പറഞ്ഞു, അന്വേഷണത്തിൽ ഒരു ക്രമക്കേട് നടക്കുന്നില്ല, കൃത്യമായി നടക്കുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അന്വേഷണം കുഴപ്പമോ മറ്റേ ഏജൻസി വന്നാലേ ശരിയാവുമെന്ന് പറഞ്ഞാൽ ഈ അന്വേഷണ സംവിധാനങ്ങളിലെയും നിയമവ്യവസ്ഥയോടും ജനങ്ങൾക്കുള്ള ഒരു സംശയകരമായ ഒരു കാഴ്ചപ്പാടിനെ അത് എടുത്തു കാണിക്കും. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. പിന്നെ CPMൻ്റെ രണ്ട് ജില്ലാ കമ്മിറ്റികൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പറഞ്ഞത് തന്നെയാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വാദമുഖങ്ങളെ കുറേ കൂടി മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാണിക്കാൻ ഒരു ശ്രമം നടത്തി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊരു ബന്ധമുണ്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അവർ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരായതുകൊണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതേസമയം ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിയിൽ വരുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിനെ പറ്റി ഒരു ആക്ഷേപമോ ആരോപണമോ ഉന്നയിച്ചാൽ ഉടനെ ആത്മഹത്യ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു വാദത്തോടെ യോജിക്കാനൊട്ട് ശരിയാവത്ത്. അത് എനിക്ക് എന്നെപ്പോലൊരാൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ആർക്കും കഴിയുമെന്ന് തോന്നില്ല. ഇപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ട്, ഞാനത് ആക്ഷേപം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞാൽ ആ ആക്ഷേപത്തെ അങ്ങനെ സ്വീകരിക്കുന്നതിന് പകരം അത് ആത്മഹത്യ, അതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ എന്ന് പറയുന്നവരോട് യോജിപ്പില്ല. അതൊക്കെ ഓരോരുത്തരുടെ മാനസികമായ നിലവാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം ദിവ്യയുടെ ആ ക്ഷണിക്കപ്പെടാത്തൊരു സ്ഥലത്ത് കയറി ചെന്ന് പോയിരുന്ന് പറഞ്ഞതും അവിടെ ചാനലുകാർ അവിചാരിതമായിട്ടാണോ അല്ലെങ്കിൽ ആരോപണം പറയുന്നത് ദിവ്യ നേരത്തെ ചാനലുകാരെ അറേഞ്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്, അല്ല അതിനപ്പുറത്തേക്ക് പറയാനില്ല. പക്ഷേ ദിവ്യ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വാദത്തോട് ഒട്ട് യോജിക്കാനും കഴിയത്തില്ല. അത് ശരിയല്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളുടെ അടുത്ത് പരാതി വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ വിമർശിക്കാറുണ്ട്. ആ വിമർശനം കൊണ്ട് മാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ, ഞാൻ പിന്നെ ആത്മഹത്യയോ അല്ലെങ്കിൽ അത്രയും കടുക്കയുടെ കാര്യമൊന്നും എനിക്കും ഇല്ല, അങ്ങനെ ഒരു മറുഭാഗം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ്.
അല്ലാതെ രണ്ട് പാർട്ടി കമ്മിറ്റികളും തമ്മിലുള്ള തർക്കമൊന്നും അതിനകത്ത് കാണുന്നില്ല. പക്ഷേ മഞ്ജുഷ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുമായിട്ട് ആലോചിക്കുന്നുണ്ടോ ഈ വക കാര്യത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ആലോചനയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആ സമയത്ത് അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തിരുന്നു, എല്ലാ മാനസിക പിന്തുണയും കൊടുത്തു, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരു ആലോചനയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അല്ല, ആലോചന എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങളിൽ ഇപ്പം ഇനിയും വീണ്ടും കോടതിയെ സമീപിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? ഇല്ല, അങ്ങനെ പത്തനംതിട്ടയിലെ പാർട്ടി അങ്ങനെയൊന്നും ഒരു ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഏറ്റെടുക്കുന്നത് ശരിയല്ലല്ലോ. അത് അവരുടെ വ്യക്തിപരമായ ആവശ്യം. കാരണം കേരള ഗവൺമെൻറ് നല്ലപോലെ ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു പാർട്ടി അതിനപ്പുറത്തേക്കൊരു കോടതി പോകാനുള്ള സഹായം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ടൊന്നുമില്ല. മഞ്ജുഷയും സർക്കാരിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായതുകൊണ്ട് അതിൽ ചില പരിമിതികളും ഉണ്ടാകാം. അതെ, അവരുടെ പക്ഷേ കേസിൽ പോയിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവാണ് കേസിൽ പോയിരിക്കുന്നതൊക്കെ. അതെനിക്ക് തോന്നുന്നു മഞ്ജുഷയ്ക്ക് പോകാനായിട്ടുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ആ തടസ്സം മാറ്റുന്നതിന് വേണ്ടി മറ്റേ ആൾ ഉപയോഗിക്കാതിരിക്കാം. ശരിയായിരിക്കാം, എനിക്കറിയില്ല. അല്ല, ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തെ ചൊല്ലി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗീയത ഉണ്ടാകുമോ? ഒരു വിഭാഗീയതയ്ക്കും കാരണമില്ല. ഇപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ഞാൻ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ പ്രഭാഷകനാണ്. ദിവ്യയുമൊത്ത് വർഷങ്ങളുടെ പ്രവർത്തന ബന്ധവും അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലുണ്ടായ നഷ്ടത്തെക്കാൾ വലുതാണ് PP ദിവ്യ എന്ന നേതാവിനെ നഷ്ടപ്പെടുത്തിയത്, ഈ വിവാദങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൽ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അനുബന്ധമായി ഇങ്ങനെയും വായിക്കാം എന്ന ഒരു കുറിപ്പോടുകൂടി ഞാൻ ആ പോസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലെ പാർട്ടിക്കകത്തെ ഒരു തർക്കമോ അല്ലെങ്കിൽ ഒരു വിഭാഗീയമായ ചെരിതിരുവായിട്ടാണ് കാണണ്ട, ഇങ്ങനെയും കൂടി വായിക്കുന്ന ഒരു ഭാഗം. സുരേഷ് ബാബുവിനെ ഒന്നുകൂടി ന്യായീകരിച്ചുകൊണ്ടും അതിനെ സുരേഷ് ബാബു പറഞ്ഞതിന് ഒരു അങ്ങനെയും കൂടി നമുക്കൊന്ന് വായിക്കാം എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ മറ്റൊരു വിഭാഗീയതയുടെ അല്ലെങ്കിൽ ഒരു ഭിന്നതയുടെ സ്വരം അവിടെ ഇല്ല. അല്ല, രണ്ട് നഷ്ടമാണല്ലോ. തീർച്ചയായും ബാബുവിന്റെ നഷ്ടം എന്ന് പറയുന്നത് എന്നും അത് ആ കുടുംബത്തിന് വലിയ നഷ്ടമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ ഒരാരോപണം പറഞ്ഞു, അവർ അനവസരത്തിലാണ് അവർ പോയി പറഞ്ഞത് എന്നുള്ളതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആക്ഷേപം വന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഭാഗത്തോടും അങ്ങനെയാണെങ്കിൽ ആക്ഷേപം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അവരൊക്കെ ദിവസവും എന്തുമാത്രം ആരോപണങ്ങൾ കേൾക്കുന്നവരാ. അവർക്ക് ആത്മഹത്യ ചെയ്യാനെല്ലാം സമയം കിട്ടും. നമുക്കൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെല്ലാം ആരോപണം നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ആ കേൾക്കുന്ന ആരോപണത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ പുറത്ത് പോയി അങ്ങ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ മനുഷ്യർ ആരെങ്കിലും നാട്ടിൽ കാണും? അല്ല, അതാണല്ലോ ജീവിതം. അതല്ലേ തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്യുക, അതിനുള്ള മാനസിക കരുത്ത് നേടുക എന്നുള്ളതാണ്. ആ മാനസിക കരുത്തില്ലായ്മയാണ് ഇവിടെ ഇതിലേക്ക് നയിച്ചത്. അല്ലാതെ ദിവ്യ പറഞ്ഞതുകൊണ്ട് മാത്രം പോയി ആത്മഹത്യ ചെയ്തു എന്ന വാദത്തെ ഇപ്പോഴും ഞാൻ യോജിക്കുന്നില്ല, അന്നും യോജിച്ചിട്ടില്ല. പക്ഷേ PP ദിവ്യയ്ക്ക് അങ്ങനെ ഒരു നേതാവെന്ന് നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു നേതാവ് പോയാൽ നമുക്ക് 9 നേതാക്കന്മാരെ കിട്ടും, അത് വേറൊരു കാര്യം. പക്ഷേ നവീൻ ബാബുവിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ നഷ്ടം തന്നെയാണ്. പക്ഷെ പാർട്ടിക്കും ഒരു ചെറിയ നഷ്ടം അക്കാര്യത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഒരു പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞത് PP ദിവ്യ ഒരു നേതാവ് രൂപപ്പെട്ട് വരണമെങ്കിൽ എത്ര വർഷത്തെ പരിശ്രമം ഉണ്ടാവും ഇല്ലേ? PJ കുര്യൻ ശശി തരൂരിനെ പറ്റി ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചതുകൊണ്ട് മാത്രം നേതാവില്ലെന്ന് പറഞ്ഞതുപോലെ അത് അവരുടെ പാർട്ടിയുടെ വിഷയമായിരിക്കാം. നമ്മുടെ നാട്ടിലൊരു പാർട്ടി നേതാവ്, ഒരു നേതൃത്വത്തിലേക്ക് ഒരാൾ രൂപപ്പെട്ട് വരണമെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്ത്, എത്രമാത്രം കടമ്പകൾ കടന്ന്, എത്ര പരീക്ഷണങ്ങളിലൂടെയായിരിക്കും ഒരു നേതാവ് രൂപപ്പെട്ട് വരിക. അങ്ങനെ ഒരു നഷ്ടത്തെപ്പറ്റിയാണ് സുരേഷ് ബാബു സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ അതും ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടനും അമർത്തുക.